ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വെറുതെ ഇങ്ങനെ വീട്ടിൽ വൈകുന്നേരം ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ചില്ലായിട്ട് മഴയൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ ഒരു അപ്ഡേറ്റ് നോക്കുമ്പോൾ ആരാ നമ്മുടെ സ്വന്തം മമ്മൂട്ടി ചേട്ടന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ മലയാളം സിനിമയുടെ ചക്രവർത്തി, മലയാളം സിനിമയുടെ അഭിനയ കുലപതി മമ്മൂക്കയുടെ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ നിന്നൊരു അപ്ഡേറ്റ് നോക്കുമ്പോഴേക്ക് എന്താ സംഭവം? കളങ്കാവലിന്റെ പുതിയൊരു അപ്ഡേഷൻ പോസ്റ്റർ. എന്റെ മോനെ, നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. മമ്മൂക്കയുടെ ഒരു അപ്ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 5-6 മാസമായിട്ട് മൂപ്പരെ കാണാനില്ല. പല പേഴ്സണൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നറിയാം. പല പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിലില്ല. വേറെ ഇന്റർവ്യൂസിലോ കാര്യങ്ങളിലോ അപ്ഡേറ്റ്സിലോ ഒരു തരത്തിലും മമ്മൂക്കന്റെ മുഖം പോലും കിട്ടുന്നില്ല. പക്ഷെ എന്താ പറയാ, ലേറ്റ് ആവും എന്തായാലും സ്റ്റൈലാ വരുമെന്ന് പണ്ട് രജനീകാന്ത് പറഞ്ഞതുപോലെ ഒരു സ്റ്റൈൽ ആൻഡ് അപ്ഡേഷനുമായിട്ട് ഒരു നമ്മളെ പേടിപ്പിക്കുന്ന, അമ്പരിപ്പിക്കുന്ന, നമ്മളിങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ നൽകുന്ന ഒരു അപ്ഡേഷനുമായിട്ടാണ്, ഒരു പോസ്റ്ററുമായിട്ടാണ് നമുക്ക് എത്തിയിട്ടുള്ളത്. കളങ്കാവൽ. നമ്മൾ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നതാണ്. 2-3 പോസ്റ്ററുകൾ ഇറങ്ങിയിട്ട് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഈ ഒരു സാധനം മക്കളെ കൊലത്തൂക്കടിക്കാനുള്ള റൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നേരെ പോസ്റ്ററിലേക്ക് പോയാൽ ഗൈസ്, ഇതാണ് സംഭവം. എന്റെ മോനെ, നിങ്ങൾ നോക്കണം ഈ ഒരു സംഭവം. എന്റെ മോനെ, മൊത്തത്തിലൊരു റെഡ് മയം, മൊത്തത്തിലൊരു ചോരമയത്തിൽ ഓൺ ദ വേ, സ്റ്റേ ട്യൂൺഡ്, കളങ്കാവൽ, ദ വെനം ബിനീത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വിഷമാണ് മക്കളെ, കൊടും വിഷമുള്ള ഐറ്റമാണ് വരാൻ പോകുന്നത് അറിയാം. അതിന്റെ നടുവിൽ ഒരു സൈക്കോ സാധനം അങ്ങോട്ട് ഇരിക്കുന്ന ആ സൈക്കോ ചിരി കണ്ട എന്റെ മോനെ, എജാതി സാധനം. ലൈക്ക് ഓഫ്, ആ മുഖത്തേക്കൊന്ന് സൂം ചെയ്ത് നോക്കണേ, നമുക്ക് തന്നെ ഒരു പേടി അല്ലെങ്കിൽ ഒരു അറുപ്പ് വരും. ആ മുഖത്തേക്ക് നോക്കിയാൽ ആ കഥാപാത്രത്തിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ഈ മുഖത്തിലെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എന്റെ മോനെ, ഒരു പക്ക സൈക്കോ സാധനം. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി, ഒരു അരോചകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെറുപ്പ് ഉളവാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കഥാപാത്രമാണെന്ന് പക്ക ഈ ഒരു എക്സ്പ്രഷനോട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കയ്യിലൊരു ലൈറ്റർ ഇങ്ങനെ കത്തിച്ച് പിടിച്ചിട്ടുണ്ട്. അതിന്റെ ഇരിപ്പും, ഇതേതോ ലൊക്കേഷനിൽ സാധാരണ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ ലുക്ക് ഒന്ന് പിടിച്ചേ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് അത് ഇട്ട് കൊടുത്തതായിരിക്കണം ഈ ഒരു ലുക്ക്. ചുമ്മാ കസേരയിലിരുന്ന് കാലിന്റെ മുകളിൽ കാലം വെച്ച് ആ കാലിന്റെ മുകളിൽ ഗ്ലാസ് ചായയും കൂടി ഉണ്ടായിരുന്ന പക്കയായിരുന്നു സ്റ്റൈല്. പിന്നെ എക്സ്പ്രഷൻ പിന്നെ നമുക്ക് വാരി എറിയും. ആ ഒരു ഹെയർ സ്റ്റൈലും ആ ഒരു കഴുത്തിലുള്ള മാലയും കള്ളി ഷർട്ടും, ആ കള്ളി ഷർട്ട് മറ്റേലുള്ള ആ പോസ്റ്ററിലുണ്ടായ വിനായകൻ സിഗരറ്റ് കടിച്ച് പിടിച്ചിരിക്കുന്ന ആ ഒരു സെയിം ഷർട്ട്, ചെക്ക് ആ കള്ളി ഷർട്ടാണെന്ന് തോന്നുന്നു. ലൈക്ക് അതേപോലെ മോഡൽ. ആൻഡ് ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചെലന്തി വലയാണ് ചുറ്റും, ഇങ്ങനെ റെഡ് ചെലന്തി വല. അതായത് ചെലന്തി വല കെട്ടി ഇരകളെ പിടിക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കാൻ വല കെട്ടിയിരിക്കുന്ന ചിലന്തി. ഓഫ്, ആലോചിച്ച് നോക്കിയേ. അപ്പോ നമ്മളിത് നേരത്തെ ഇതിന്റെ കഥാ പശ്ചാത്തലം നമുക്ക് നേരത്തെ ഡിസ്കഷൻ വന്നതാണ്, കാര്യങ്ങളുണ്ട്. ഇതൊരു ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്. മറ്റേ ആ ഒരു സൈനൈഡ് സംഭവം, സൈനയുടെ പേര് ഞാൻ മറന്നുപോയി. ആ ഒരു സൈക്കോ കഥാപാത്രത്തിന്റെ ആ ഒരു ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്. ഒരുപാട് പെൺകുട്ടികളെ വശീകരിച്ച് കൊലപ്പെടുത്തിയ ആ ഒരു മനുഷ്യന്റെ, ആ ഒരു ക്രൂരനായ മനുഷ്യനാണ് ഇത് എന്ന് പറയുന്നത്. സോ ഇതിലും ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. സോ ഇതിൽ ശരിക്കും മമ്മൂക്ക വില്ലനാണ്, അറിയാം നമുക്ക്. മമ്മൂക്ക വില്ലനാണ്, പക്ഷെ ഇത് വില്ലന്റെ കഥയുമാണ്. അതാണ്, ഇത് വില്ലൻ മമ്മൂക്കയാണ്, ഇത് വില്ലന്റെ കഥയാണ്. വില്ലനെയാണ് മെയിൻ കഥാപാത്രമായിട്ട് വെക്കുന്നത്. വിനായകനാണ് മറ്റേ ഒരു നായക കഥാപാത്രം, പോസിറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്ന മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം. മക്കളെ, ഇതൊന്ന് കാണുന്ന സമയത്തില്ലേ, ഒന്നാമത് നമുക്ക് ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ എന്നല്ല, ഇത് പക്ക ഉറപ്പാണ്. ഇത് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് ഞെട്ടിക്കുന്നുള്ള കാര്യത്തിൽ 110% ഉറപ്പാണ് ഈ ഒരു ലുക്കിൽ. ആൻഡ് ഇത് ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു അപ്ഡേഷൻ വന്നു എന്നുള്ളതാണ്. സ്റ്റേ ട്യൂൺ എന്ന് പറയുന്ന സമയത്ത് സംതിങ് ഈസ് കമ്മിങ് ഓൺ ദ വേ. ട്രെയിലർ ആയിരിക്കാം, ടീസർ ആയിരിക്കാം. സോ ടീസർ കാണുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഗൂസ് ബംസ് ഇങ്ങനെ പറയുമ്പോൾ വരുന്നുണ്ട്. ആ ഒരു മൊമെന്റ്, ആ ഒരു സീനിൽ നമുക്ക് കാണാൻ പറ്റുന്ന മമ്മൂക്കയുടെ എക്സ്പ്രഷൻസ്, ലൈക്ക് വില്ലൻ വിത്ത് ദാറ്റ് BGM. എന്റെ മോനെ, വേറെ ലെവൽ. ആൻഡ് ഈ നോട്ടം തന്നെ ഒരു പെണ്ണിലേക്കുള്ള നോട്ടാണ്. ലൈക്ക് തന്റെ ഇരയിലേക്ക് നോക്കുന്ന ആ ചെലന്തിയുടെ ആ സൈക്കോ ലുക്ക്. മോനെ, എജാദ് ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ സംവിധായകന്റെ പേര് കെ ജോസ് എന്ന് പറഞ്ഞ ഒരു, എനിക്ക് തോന്നുന്നു പുതുമുഖ സംവിധായകനാണ്. കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ജിതിൻ കെ ജോസ് ആണ്. ആൻഡ് എനിക്ക് BGM ഇനി ടീസർ കാണാനുള്ള വെയിറ്റിംഗിലാണ്. ടീസർ ആൻഡ് ദിസ് വൺ ട്രെയിലറോ ടീസർ എന്തെങ്കിലും, അതിന്റെ ഡേറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. മക്കൾ, ഇത് മതി. ഇതിന്റെ അപ്പുറം എന്താ വേണ്ടത്? ഇത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ പക്കാ വെറൈറ്റി. വേറൊരു സാധനം കൊല തൂക്കിയടി എന്നെല്ലാം പറയില്ല. ഇതൊരു മാസ്
അല്ലെങ്കിൽ ആ രീതിയിലല്ല പടം എന്ന് പറഞ്ഞാൽ മമ്മൂക്കായുടെ വേറൊരു രൂപം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പണ്ട് സിനിമയിൽ ഇപ്പൊ പാലേരി മാണിക്കാണെങ്കിലും അതിന് മുമ്പിലൊരു പടം ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. ആ പടത്തിലൊക്കെ ഉണ്ടായ സമയത്ത് പാലേരി മാണിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മറ്റേ ഒരു പടം ഉണ്ടായിരുന്നു, ആ പടത്തിന്റെ പേര് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ, കിട്ടുന്നില്ല ഓർമ്മ. അതിലൊക്കെ ആണെങ്കിൽ ഒരുമാതിരി സൈക്കോ കഥാപാത്രമാണ് മമ്മൂക്ക ചെയ്ത്. അപ്പൊ അതൊന്നും കാണാൻ തിയേറ്ററിൽ നേരിട്ട് പോയിട്ട് കാണാൻ ഒരു അനുഭവം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായില്ല. പക്ഷെ ഇതാ കളങ്കാവൽ നമ്മുടെ ഈ ഒരു ജനറേഷന് ആരാണ് മമ്മൂക്ക, എന്താണ് നമുക്ക് അറിഞ്ഞതാണ്. എന്നാലും ആ ഒരു കഥാപാത്ര സ്ക്രീനിൽ ആ വില്ലനിസം നമുക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു അനുഭവമാണ്. അത് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുന്ന സമയത്തുള്ളൊരു നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബംസ് അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് വേറെ തന്നെ ലെവലാണ്. മമ്മൂക്കേനെ പോലുള്ള ഒരു ആക്ടർ ലോകം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അതുല്യ നടനായ ഒരു മമ്മൂട്ടി എന്ന നടൻ ആ ഒരു വില്ലനിസം അവതരിപ്പിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഏത് ലെവൽ വരെ മൂപ്പർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. സോ this is going to be another level of acting of megastar മമ്മൂക്ക അതുല്യ പ്രതിഭ എന്ന് തന്നെ വേണം പറയാൻ. ഒന്ന് കണക്ട് ചെയ്ത് പറയുന്ന സമയത്ത് ഇപ്പൊ മമ്മൂക്ക കുറെ ഒരു 5 മാസങ്ങൾക്ക് മുമ്പ് തുടരെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ, വ്യത്യസ്ത സിനിമകൾ നമ്മൾ അമ്പരിപ്പിച്ചുകൊണ്ട് ഹിറ്റുകൾ തന്നിങ്ങനെ പോവായിരുന്നു. ആ ടൈമിൽ ലാലേട്ടൻ ഭയങ്കര ഫ്ലോപ്പിലേക്കായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ലാലേട്ടൻ ഒരു നേര് വന്നു മെല്ലെ ഈ ഒരു എമ്പുരാൻ സമയത്ത് മമ്മൂക്കനെ കാണുന്നില്ല. ഈ ഒരു 5-6 മാസം അതിനിടയ്ക്ക് എമ്പുരാൻ വന്നു, തുടരും വന്നു, ഇതിപ്പോ ഹൃദയപൂർവ്വം വരാൻ പോകുന്നു. ലാലേട്ടൻ നിറഞ്ഞു നിൽക്കുന്നു സോഷ്യൽ മീഡിയയിലും എവിടെ നോക്കിയാലും പരസ്യത്തിലാണെങ്കിലും ഫുള്ളോട് വൈറൽ ലാലേട്ടൻ. അത് അതിന് മുമ്പേ മമ്മൂക്കയായിരുന്നു, ഇപ്പം ലാലേട്ടനാണ്. അപ്പൊ ഇവരിനി രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീനിൽ നിറയാൻ പോവാണ്. കളങ്കാവലും ഹൃദയപൂർവ്വം എല്ലാം വരുന്നുണ്ട്, തുടരുന്ന സംഭവങ്ങളാണ്. ഏതായാലും മക്കളെ വെരി വെരി ഹാപ്പി ടു സീ ദിസ് അപ്ഡേറ്റ് ഫ്രം മമ്മൂക്ക. എന്നെ മമ്മൂക്കനെ കാണാൻ കഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. ആൻഡ് മമ്മൂക്കന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് സെപ്റ്റംബർ 7 തോന്നുന്നു. അതെന്തായാലും അപ്പം മമ്മൂക്ക എന്തായാലും പുറത്തേക്ക് വരും, ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും വരുന്നതാണ് അതിന്റെ അണിയറ പ്രവർത്തകരും കുടുംബാംഗങ്ങളൊക്കെ പറയുന്നത്. എന്നാലും പൂർണ്ണ ആരോഗ്യവാനായി പൂർണ്ണ ആരോഗ്യത്തോടെ നമ്മുടെ മമ്മൂക്ക, നമ്മുടെ മെഗാസ്റ്റാർ, നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി തിരിച്ചു വരട്ടെ, മമ്മൂട്ടി ചേട്ടൻ തിരിച്ചു വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് പറയുമ്പോൾ ഒറ്റൊരു കാര്യം കൂടി പറയാം. ഈ സോഷ്യൽ മീഡിയയിലെയും അല്ലെങ്കിൽ മറ്റു ഓൺലൈൻ മീഡിയയിലെയും കുറെ ക്രിമികൾ, ചോര തിന്ന് ജീവിക്കുന്ന, മനുഷ്യന്റെ പച്ച മാംസം തിന്ന് ജീവിക്കുന്ന കുറെ കൃമികളുണ്ട്. മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസും സ്വന്തം പേരിൽ അഭിമാനിക്കുന്ന കുറെയാണ്. മനുഷ്യനെ പച്ചക്ക് തെറി വിളിക്കുന്ന അല്ലെങ്കിൽ പച്ചക്ക് ബോഡി ഷെയിം ചെയ്യുന്ന, മെന്റലി ടോർച്ചർ ചെയ്യുന്ന കുറെ ഐറ്റംസ് ഉണ്ട്. ഈ ഐറ്റംസ് ആണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ കൃമികൾ. ഇവരെ തുരത്തിയാൽ മലയാള സിനിമ നന്നാവും തന്നെയാണ് പറയാനുള്ളത്. സോ അത്തരത്തിലൊരാളല്ല ഞാൻ ലാലേട്ടൻ ഫാൻ ആയിരുന്നിട്ടും കൂടി ഞാൻ മമ്മൂക്കന്റെ ഒരു വീഡിയോ ഇത്രയും നമുക്ക് അഭിമാനകരമായ ഒരു നടനാണ് മമ്മൂക്ക എന്ന് എനിക്ക് പേഴ്സണലി അറിയാം. സോ മമ്മൂക്കേനെ താറടിക്കാനോ അല്ലെങ്കിൽ മമ്മൂക്കേനെ ആരെയായിക്കോട്ടെ, ലാലേട്ടനെ മമ്മൂക്ക വ്യക്തിപരമായി താറടിക്കാനോ ആ തരത്തിലുള്ള ബോഡി ഷേമിലി കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ ഏതൊരു കലാകാരനായാലും അവരുടെ നല്ല സിനിമകൾ ഇഷ്ടപ്പെടുകയും മോശ സിനിമകൾ വിമർശിക്കുകയും ചെയ്യുന്ന അവരുടെ ഇഷ്ടം മാത്രമുള്ള, ബഹുമാനം മാത്രമുള്ള ഒരു സിനിമ സ്നേഹി എന്ന നിലയിൽ ഞാൻ പറയുമ്പോൾ മമ്മൂക്ക തിരിച്ചു വരട്ടെ, ലാലേട്ടന്റെ സിനിമകൾ വരട്ടെ, മമ്മൂക്കയുടെ സിനിമകൾ വരട്ടെ, രണ്ടാളും നെടും തൂണുകളായി മലയാള സിനിമയിൽ ഇനിയും തുടരട്ടെ എന്ന് മാത്രം പറയുന്നു. സോ നിങ്ങൾ ഈ സിനിമയെ കുറിച്ചുള്ള, കളങ്കാവലിനെ കുറിച്ചുള്ള, പുതിയ പോസ്റ്ററിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൾഡൻ ബിയർഡ് റിയാക്ട്സ്.